കൃഷ്ണദാസ്, ഞാൻ നേരത്തെ ശ്രീ എം ആർ ഗോപനോട് ചോദിച്ച ചോദ്യത്തിൽ 4-5 വാക്കുകളുണ്ട്. ഒന്ന് വികസനം, പ്രാദേശിക ഇടപെടൽ, വ്യക്തിബന്ധങ്ങൾ, അതിലൂടെയൊക്കെ കൈവരുന്ന ജനകീയത. അപ്പോൾ ആ ജനകീയതയിലൂടെ പാർട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് രാഷ്ട്രീയമായൊരു അടിത്തറയാണല്ലോ. അതായത് ഈ വിജയങ്ങളെ രാഷ്ട്രീയ വിജയമായി തന്നെ കാണണം അല്ലേ? സ്വാഭാവികമായും. കാരണം നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെന്ന് പറയുന്നത് എപ്പോഴും അതായത് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിവിശേഷം മാറിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ആളുകൾ പ്രാദേശിക തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ, നഗരസഭാ തലത്തിൽ പൊതുജന സേവനത്തിനായിട്ട് മുന്നിട്ട് ഇറങ്ങുന്നു എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി അവർ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് കൂടി വേണം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. അതുതന്നെയാണ് ഒരു പൗരനെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന ദുരിതത്തിന് ആരാണ് അവരെ സഹായിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് പാർട്ടിയിലെ, ഭാരതീയ ജനതാ പാർട്ടിയിലെ പ്രവർത്തകർ കൂടുതൽ ഇത്തരത്തിൽ സാമൂഹ്യമായി ഇടപെടലുകൾ നടത്തുന്നു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ, അതേപോലെ തന്നെ ഭരണത്തിൽ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ആ ഭരണം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും, നാട്ടിൽ എങ്ങനെ വികസനം കൊണ്ടുവരാൻ സാധിക്കും, ഇതൊക്കെ നടത്തുമ്പോൾ തന്നെ സുതാര്യമായി ഭരിക്കാൻ സാധിക്കുമെന്ന് കൂടി ജനത്തിന് ബോധ്യപ്പെടുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയെ തിരഞ്ഞെടുക്കുന്ന ഒരു സവിശേഷത കൂടി നമുക്ക് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.